ചരിത്രത്തിന്റെ ഭാഗമാകുവാൻ ബുദ്ധിപൂർവം ചിന്തിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയണം. 240 വർഷത്തിന്റെ ചരിത്രമാണ് ഏത് കുടുംബത്തിനുമുള്ളത്. ഒരു വീടിന് 240 വർഷത്തിന്റെ ചരിത്രമാണുള്ളത്. 60 വെച്ച് നബിതങ്ങൾ പറഞ്ഞ 60 വയസ്സ് എങ്കിൽ 6×4 24 240 വർഷത്തിന്റെ ചരിത്രമാണ് ഓരോ വീടിനുമുള്ളത്. ആദ്യത്തെ വാപ്പ ഒരു പിശുക്കനായിരിക്കും. 2 തേങ്ങ ഇട്ടാൽ 1 തേങ്ങ വിൽക്കും, 1 തേങ്ങ വീട്ടിൽ അരയ്ക്കാൻ കൊണ്ടുവരും. പിശുക്കനായ വാപ്പ. അദ്ദേഹം പിശുക്കി ഈ വീട് മുന്നോട്ട് കൊണ്ടുപോകും. അദ്ദേഹത്തിനൊരു മകനുണ്ടാകും. ആ മകൻ ഈ വാപ്പയെ കണ്ടു പഠിക്കും. കണ്ടെത്തി പണിക്ക് പോകുമ്പോൾ 4 പണിക്കാർ വേണ്ടിടത്ത് വാപ്പ 3 പണിക്കാരെയും വിളിക്കും. 1 പണിക്കാരനായി വാപ്പയും നിൽക്കും. അതാണ് ആദ്യത്തെ തലമുറ. ഈ വാപ്പയ്ക്ക് ചോറ്റുപാത്രത്തിൽ കഞ്ഞിയൊക്കെ ആയിട്ട് വരമ്പത്തൂട് ഓടി നടന്ന ഒരു ചെറുക്കനുണ്ടായിരുന്നു. അവൻ പഠിക്കും, വളരും. അവൻ പട്ടാളത്തിൽ പോവും, ഗൾഫിൽ പോവും, ബിസിനസ്സുകാരനാവും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതാണ് 2ാമത്തെ തലമുറ. വാപ്പ വെച്ച വീട് അല്പവും കൂടെ വലുതാക്കും. റെഡോക്സൈഡ് അടിച്ച തറ ടൈൽസ് ഒട്ടിക്കും. ചെറുതായിട്ട് വീടിനെ ഒന്ന് മെച്ചപ്പെടുത്തി കൊണ്ടുവരും. അതാണ് 2ാമത്തെ തലമുറ. ആ വാപ്പ ധനികനാകും. 1ാമത്തെ തലമുറ പിശുക്കന്റെ തലമുറ, 2ാമത്തെ തലമുറ ധനികന്റെ തലമുറ. ആ ധനികന്റെ തലമുറ അദ്ദേഹത്തിനൊരു മകനുണ്ടാകും. ആ മകൻ പ്രസവിച്ച് വീഴുന്നത് തന്നെ വെർട്ടിഫൈഡ് ടൈലിലോട്ടാണ്. പോർച്ചിൽ എവിടെ നോക്കിയാലും വണ്ടികൾ. ഈ വണ്ടി നിറയെ പെട്രോളുണ്ട്. ഈ പെട്രോളിന് എത്ര വിലയാണെന്നോ ഈ വണ്ടി എന്തിനാണെന്നോ 1000 രൂപ എന്ന് വെച്ചാൽ എത്രയാണെന്നോ ഒന്നും അറിയില്ല. എഞ്ചിനീയറിങ്ങിന് പഠിക്കാൻ കൊണ്ടുവിടും. പഠിച്ചെടുത്തുനിന്ന് തോറ്റു തൊപ്പിയിട്ട് വരും. എന്തിനാണ് പഠിക്കാൻ പോയതെന്ന് അവനറിയില്ല. ഒരു ജോലി വാങ്ങിച്ചാൽ എന്ത് കിട്ടുമെന്നറിയത്തില്ല, ഒന്നും അറിയില്ല. അവനാണ് ധൂർത്തന്റെ തലമുറ. അവൻ ധൂർത്തനായി പോകും. ധനികനായ വാപ്പയുടെ പൈസ മാത്രം അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ധൂർത്തൻ 3ാം തലമുറ. അവന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ഏതെങ്കിലും പെണ്ണിനെ പിടിച്ച് കെട്ടിക്കും. ഇവനെ നന്നാക്കാൻ വേണ്ടി വാപ്പായും ഉമ്മായും ജമാഅത്ത് കമ്മിറ്റിയും പടച്ചതമ്പുരാൻ വരെ വിചാരിച്ചിട്ട് നടപ്പിലാകാത്ത ചെറുക്കനെ നന്നാക്കാൻ ഏതോ ഒരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണിനെ തലയിലോട്ട് പിടിച്ചു വെച്ച് കൊടുക്കും ഇവനെ നന്നാക്കാൻ. അവർക്കൊരു കുട്ടിയുണ്ടാകും. ആ കുട്ടിക്കൊരു പാമ്പേഴ്സ് വാങ്ങിച്ചു കൊടുക്കാൻ പോലും ഇവന് പൈസ കാണില്ല. കാര്യം ഇവന് ജോലിയില്ല, ഇവനൊന്നുമില്ല, ഇവൻ പഠിച്ചിട്ടില്ല, പഠിത്തം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഒരു ജോലിയുമില്ല. ആ കുട്ടി ദരിദ്രനായി പോകും. ആദ്യത്തെ തലമുറ പിശുക്കന്റെ തലമുറ, 2ാമത്തെ തലമുറ ധനികന്റെ തലമുറ. ധനികന്റെ മകൻ ധൂർത്തനായി പോകും. ധൂർത്തന് കുട്ടിയുണ്ടാകും. ആ കുട്ടിക്ക് ഒന്നിനും മാർഗമുണ്ടാകില്ല. അത് ദാരിദ്ര്യാവസ്ഥയിലൂടെ കടന്നു പോകും. ഇതാണ് നമ്മുടെ ആകെ കുടുംബങ്ങൾ ഫേസ് ചെയ്യുന്ന ഏകദേശ രൂപം. ഇനി ഇത് വീണ്ടും ചേഞ്ചാകും. പുതിയൊരു പിശുക്കനുണ്ടാവും. ഈ ഘട്ടങ്ങളിലൂടെയാണ് നിങ്ങളുടെ കുടുംബം കടന്നു പോകുന്നതെങ്കിൽ മാറ്റിയെടുക്കുവാനും മാറി ചിന്തിക്കുവാനും ഒക്കെ കഴിയണം.